സഭയിലെ വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ മാതൃകാപരമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാകണമെന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട അവാർഡ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരാമർശം. കഴിഞ്ഞ മതബോധന വർഷം നടത്തപ്പെട്ട കുട്ടികളുടെ കലോത്സവത്തിൽ വിജയികളായവരെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവാർഡ് ഡേ നടത്തപ്പെട്ടത്. ഏകദേശം 1500ഓളം വിദ്യാർത്ഥികൾ മത്സര ജേതാക്കളായിരുന്നു. തൃശൂർ അതിരൂപതയുടെ മതബോധന കേന്ദ്രമായ DBCLCയിൽ വെച്ചാണ് അവാർഡ് ഡേ നടത്തപ്പെട്ടത്. തിരുബാല സഖ്യം, ജൂനിയർ CLC, അൾത്താര സംഘം എന്നീ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മതബോധന വിദ്യാർത്ഥികളുടെ കലോത്സവം 2023 ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് നടത്തപ്പെട്ടത്. പ്രസ്തുത കലോത്സവത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ് ജനുവരി 28 നടത്തപ്പെട്ടത്. തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അവാർഡ് ഡേ ഉദ്ഘാടനം ചെയ്തു. ചിൽഡ്രൻസ് മിനിസ്ട്രി അംഗങ്ങൾ മാതൃകാപരമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാകണമെന്ന് ഉദ്ഘാടന വേളയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് ആഹ്വാനം നൽകി. മാതൃകാപരമായ ക്രൈസ്തവ ജീവിതം നയിക്കുന്ന സംഘടനകളാണ് തിരുബാല സഖ്യവും, ഒപ്പം തന്നെ ക്രിസ്റ്റീനും, ജൂനിയർ CLCയും, ഒപ്പം മിഷൻ ലീഗും, ഒപ്പം അതുപോലെ തന്നെ അൾത്താര ബാലസംഘവും. ഇവർ നല്ല മക്കളായി വളരണം. അവരിൽ നിന്ന് തന്നെ മിഷണറിമാരാകാൻ, പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ കുറച്ചു പേരെ ദൈവം പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കുന്നുണ്ട്. വൈദിക ജീവിതത്തിന്, സന്യാസി ജീവിതത്തിന്, സമർപ്പിത ജീവിതത്തിനൊക്കെ ആയിട്ട്. അങ്ങനെ ചിൽഡ്രൻസ് മിനിസ്ട്രി അംഗങ്ങൾ മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, പ്രായത്തിലും ജ്ഞാനത്തിലും മാത്രമല്ല വളരുന്ന നല്ല മക്കളായി തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിനെക്കുറിച്ച് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവരോട് പറയാൻ കുട്ടികൾ തയ്യാറാകണമെന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിലും കുട്ടികളെ നിർദ്ദേശിച്ചു. വിശ്വാസ പരിശീലനത്തിലും ചിൽഡ്രൻസ് മിനിസ്ട്രിയിലും ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനും, മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെക്കുറിച്ച് സംസാരിക്കാനും, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന കലകളിലൂടെ കർത്താവിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുവാനും എന്തുമാത്രം അവസരങ്ങളും പരിശീലനങ്ങളുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിനി ഇവിടെ നിന്ന് വളർന്ന് വലിയവരായിട്ട് തീരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ കർത്താവിനെ കുറിച്ച് പറയാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കിട്ടുന്ന ഒരവസരവും ഞാൻ ഉപേക്ഷിക്കില്ല. എൻ്റെ ഈശോയെക്കുറിച്ച് പറയാൻ, എൻ്റെ സഭയെക്കുറിച്ച് സംസാരിക്കാൻ, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഞാൻ ഉപയോഗിക്കും. ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങാത്തേരിയും ഷെക്കിന ന്യൂസിനോട് പ്രതികരിച്ചു. ചിൽഡ്രൻസ് മിനിസ്ട്രിയിലെ പ്രധാനമായിട്ടും 3 സംഘടനകളാണ് തൃശ്ശൂർ അതിരൂപതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തിരുബാല സഖ്യം, 2 ജൂനിയർ CLC, പിന്നെ ഓൾട്ടർ ബോയ്സ്. ഈ 3 സംഘടനയ്ക്കും അതാത് ഇടവകളിലെ അനിമേറ്റർമാരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വികാരിച്ചുമാരുടെ നിർദ്ദേശമനുസരിച്ച് സംഘടന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓരോ ഫൊറോനയ്ക്കും ഓരോ ഫൊറോന പ്രൊമോട്ടർമാരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഫൊറോന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ, മത്സരങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഫൊറോന തരത്തിലുള്ള മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതിരൂപത തരത്തിലുള്ള മത്സരങ്ങളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരുന്നു ഈ മത്സരങ്ങളൊക്കെ നടന്നത്. 1500ഓളം വിദ്യാർത്ഥികളാണ് വിവിധ ഇനങ്ങളിൽ വിജയികളായത്. മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ, വിശ്വാസ പരിശീലനം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂർ, വിശ്വാസ പരിശീലനം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിജോ ചാലിശ്ശേരി, ചിൽഡ്രൻസ് മിനിസ്ട്രി പ്രൊമോട്ടർ പ്രതിനിധി ഫാദർ പ്രകാശ് പുതൂർ, വിശ്വാസ പരിശീലനം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിക്സൺ മാളോക്കാരൻ എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ഷെക്കിന ന്യൂസ്, തൃശൂർ.